ചേട്ടായി, ചേട്ടായി, ഞങ്ങൾ പെട്ടെന്ന് ഇനി പോന്നു നരകത്തിലേക്ക്. ഒരു ദിവസം കൂടെ അവിടെ നിൽക്കാന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷേ ഞങ്ങൾക്ക് കെട്ടിയവനെ കാണാത്തോണ്ട് മനസമാധാനമില്ല പോലും. എന്റെ അമ്മോ, അച്ഛന് പോരാൻ തീരെ മനസ്സിലായിരുന്നു. പക്ഷേ 2 ദിവസം ചേട്ടായിയെ കാണാതെ കഴിച്ചു കൂട്ടിയ പാട് എനിക്കല്ലേ അറിയൂ. എന്താ ചേട്ടായി? കുളിച്ചിട്ടില്ല. അഴുക്കോ? കണ്ടിട്ട് കുളിച്ച പോലുണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ഇനി കുളിച്ചില്ലെങ്കിൽ എന്താ? ഒന്നുമില്ല. അതെ, പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പെരുന്നാളൊക്കെ ബഹുകേമായിരുന്നു. ദേ നോക്കിയേ, 1 ലോഡ് പലഹാരങ്ങളാ ദേവസ്ഥയാൻ തന്നു വിട്ടിരിക്കുന്നത്. പാവം ചേട്ടായി എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമാ ദേവസ്ഥയാന്. ചേട്ടായിടെ വന്നിരുന്നെങ്കിലേ നന്നായിരുന്നേനെ. ശരിയാ, ഞാനും വന്നാ മതിയായിരുന്നു. എങ്കിൽ പിന്നെ അല്ല, കട മുടക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ് വരാതെ നാളെ ഇന്ന് കട തുറക്കാൻ പോവാത്തെ? അതെ, കുറെ വൈകിയ കടയടച്ചതേ. എണീക്കാൻ വൈകി. എണീറ്റപ്പോ ഒരു പരിക്കോള് പോലെ. അതുണ്ടാവും. ആ പാവം ദേവസ്ഥനെ പറഞ്ഞു പറ്റിച്ചതിന്റെ ശാപമാ. ദേവസ്ഥനെ മാത്രമല്ല, പുണ്യാളനെ കൂടാ ചേട്ടായി പറ്റിച്ചത്. പിന്നെ ഈ പാവം എന്നെയും. അയ്യോ, മരുന്ന് വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ പോയേ ചുക്കാപ്പി ഇട്ടോണ്ട് വരാവേ. കൊച്ചാ, നിനക്ക് എന്നോട് വെറുപ്പുണ്ടോ? ചേട്ടായി വരാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ വെറുക്കാൻ എനിക്ക് പറ്റുമോ? അല്ല, ഇതെന്താ? മുഷിഞ്ഞ ഡ്രസ്സാ, ഞാൻ അലക്കാടുത്ത് വെച്ചതാ. പിന്നെ സാധാരണ ചേട്ടായി അല്ലേ അലക്കാറുള്ളത്. മുഷിഞ്ഞ ഡ്രസ് തന്നെ. പനിയാണെ മര്യാദക്ക് അവിടെ ഇരി. ഒരലക്കാരൻ വന്നിരിക്കുന്നു. കഴിഞ്ഞ 20 കൊല്ലത്തിനിടയ്ക്ക് ഒരു കർച്ചീഫ് പോലും അലക്കി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ചേട്ടായിക്ക് ഇത് എന്ത് പറ്റി? പനി പിടിച്ചാ ഇങ്ങനെയുണ്ടോ? കഴിഞ്ഞ ന്യൂ ഇയർ രാത്രിയുടെ ക്ഷീണം മാറിയില്ലേ? പീഡന രാത്രിയുടെ. നിങ്ങളാരാ? എല്ലാം അറിയുന്ന ഒരാളാണെന്ന് കൂട്ടിക്കോ. എല്ലാം കാണുന്ന, കണ്ടതിനെല്ലാം തെളിവുള്ള ഒരജ്ഞാതൻ. തെളിവെന്ന് പറഞ്ഞാൽ വിഷ്വൽസ്. നീ ഒരു മൃഗത്തെ പോലെ ആ പാവം പെൺകുട്ടിയെ പ്രാപിച്ചതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കയ്യിലുള്ള ഒരാൾ. ഏയ്, അതെങ്ങനെ? എന്നാത്തിനാ നിനക്കത്? നേരാ, എന്തിനാ എനിക്കത്? അത് ഞാൻ തിരിച്ചു തരാം. പകരം നീ എനിക്ക് പണം താ. പണമോ? അല്ല, പിന്നാക്ക്. പണം വേണം. അതെത്രയാന്ന് ഞാൻ പറയണമെങ്കിൽ ഒരു 5 ലക്ഷം രൂപ അഡ്വാൻസുമായി നാളെ നീ മട്ടാഞ്ചേരിയിലെ പഴയ ജൂതപ്പള്ളിക്കടുത്ത് വാ. രൂപ അഡ്വാൻസോ? അത്ര പണമൊന്നും എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ നിന്റെ കുടുംബം ഞാൻ കലക്കും. ഇതിൻ്റെ ആദ്യത്തെ കോപ്പി നിന്റെ മകൾക്ക്, പിന്നെ ഭാര്യയ്ക്ക്, അച്ഛന്. എന്തിന്? നിന്റെ നാട്ടുകാർക്കും മകളുടെ കൂട്ടുകാർക്കും ഫ്ലാറ്റിലെ കുടുംബങ്ങൾക്കും വരെ ഞാൻ ഇതിൻ്റെ കോപ്പികൾ എത്തിച്ചു കൊടുക്കും. അരുത്, അങ്ങനൊന്നും ചെയ്യല്ലേ. നീ ഏത് തരക്കാരനാണെന്ന് അവരറിയട്ടോ. അത് വേണ്ടെങ്കിൽ 5 ലക്ഷം രൂപയുമായി നാളെ നീ മട്ടാഞ്ചേരി ജൂതപ്പള്ളിക്കടുത്ത് വാ.
അപ്പോൾ ഞാനിതിൻ്റെ കോപ്പി നിനക്ക് തരാം. പിന്നെ ഞാൻ പറയുന്ന മുഴുവൻ പണവും തന്നാൽ ഒറിജിനൽ. ഹലോ 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 ദേവസ്ഥന്റെ അവിടെ നിന്നോടുന്ന പലഹാരമാ. ഇതിൽ ഒന്നെടുത്ത് കഴിച്ചു നോക്കി. അങ്ങനെ കെട്ടിയതിനെ മാത്രം തീറ്റണ്ട. അല്പസമയം ഇടവേള. അത് വേണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപ അഡ്വാൻസുമായി നാളെ നീ മട്ടാഞ്ചേരിയിലെ പഴയ ജൂതപ്പള്ളിക്ക് അടുത്ത് വാ. അപ്പോൾ ഞാനിതിൻ്റെ കോപ്പി നിനക്ക് തരാം.